സിമ്പിളായിട്ട് നമുക്കൊരു അൽഫാം റെസിപ്പി നോക്കിയാലോ? കമോൺ. ഓവണും ഗ്രില്ലും ഉപയോഗിക്കാതെ നമ്മുടെ വീട്ടിലുള്ള ഫ്രൈയിങ് പാൻ വെച്ച് തന്നെ നമുക്കൊരു അൽഫാം തയ്യാറാക്കിയെടുക്കാം. അതിന് ആവശ്യമായിട്ടുള്ള ചേരുവകൾ: ഒരു വലിയ സവാള 3 കഷ്ണങ്ങളായി മുറിച്ച്, 3 പച്ചമുളക് നടുകീറിയെടുത്ത്, 6-7 വെളുത്തുള്ളി ചതച്ചെടുത്ത്, 50 ഗ്രാം മല്ലിയില മുറിച്ച്, ഒരു ചെറുനാരങ്ങേൻ്റെ കഷ്ണം, ഒരു ചെറിയ ഇഞ്ചി കഷ്ണം മുറിച്ചെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക്, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ തൈര് അഥവാ യോഗട്ട്, പുളിയില്ലാത്തത് നോക്കണേ, ചെറുനാരങ്ങ ഒറ്റിച്ചു കൊടുത്ത് നന്നായി അരച്ചെടുക്കാം. ഏകദേശം 170-180 ഗ്രാം തൂക്കം വരുന്ന 2 ചിക്കൻ ലെഗാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കത്തി കൊണ്ട് നന്നായി വരച്ച് ഒരു ബൗളിലോട്ട് മാറ്റി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല അതിലേക്ക് നന്നായിട്ട് തേച്ച് പിടിക്കണം. ഈ കത്തി കൊണ്ട് വരഞ്ഞിരിക്കുന്ന പോർഷനിലൊക്കെ നന്നായിട്ട് നമ്മുടെ വിരൽ കൊണ്ട് തേച്ച് പിടിപ്പിച്ചാൽ ഇറച്ചിയിലേക്ക് നല്ല സ്വാദ് കയറും. അപ്പോൾ അതിനായിട്ട് 2 കൈ ഉപയോഗിച്ച് നന്നായി മസാജ് ചെയ്ത് പിടിപ്പിച്ച് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ചില്ലറിൽ, അതായത് ഫ്രീസറിലല്ല, ഫ്രീസറിന് താഴെ നമുക്ക് അത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ നമുക്ക് ആ ചിക്കനിലേക്കുള്ള ഒരു ഫ്ലേവർ നന്നായിട്ട് കയറുകയും ചെയ്യും. ചിക്കൻ കുറച്ചും കൂടി സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. അപ്പോൾ എത്ര മണിക്കൂർ വയ്ക്കാൻ പറ്റുന്നോ അത്രയും നല്ലത്. ഞാൻ ഏകദേശം 3-4 മണിക്കൂറാണ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു പാനിലേക്ക് ബട്ടർ ചൂടായതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ എടുത്ത് ഫ്രൈ ചെയ്യാം. ഈ ബട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ ഒഴിക്കുന്നത് നല്ലതാണ്. കാരണം ബട്ടർ പെട്ടെന്ന് കരിയാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അഡീഷണൽ കുറച്ച് ഓയിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യാം നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ചിക്കൻ പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് 8 മിനിറ്റോളം ഞാനൊന്ന് ഒരു സൈഡ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം നോക്കിയിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായി വേവിക്കാം. ഞാനിത് എണ്ണ കുറച്ച് ഉപയോഗിച്ച് ചെയ്യുന്നത് കൊണ്ട് 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുന്നുണ്ട്. എന്നിട്ട് കളർ വരുത്താനായിട്ട് ഹൈ ഫ്ലെയിമിൽ കുറച്ച് നേരം വെക്കുന്നുണ്ട്. നമ്മൾ മൂടി വയ്ക്കുന്ന സമയത്ത് എപ്പോഴും ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാൻ. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റായിട്ട് വരും. അങ്ങനെ ചിക്കൻ കുക്കായതിന് ശേഷം നമുക്ക് അൽഫാമിൻ്റെ കളർ വരുത്താനായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കി കളർ വരുത്തിയെടുക്കാം. ഈ കളറും മണവും എല്ലാം കൂടി ഒത്തുചേരുമ്പോഴാണല്ലോ അൽഫാമിന് അതിൻ്റേതായ ഒരു ഫീല് കിട്ടുന്നത് നമുക്ക് കഴിക്കുമ്പോൾ. അപ്പോൾ നമ്മളിങ്ങനെ മൂടി വെച്ച് കുക്ക് ചെയ്തുകൊണ്ട് അതിൻ്റേതായൊരു സോഫ്റ്റ്നെസ്സും ചിക്കനുണ്ടാവും. അങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ട് ചിക്കൻ നല്ല കളർ ആയതിനു ശേഷം നമുക്ക് നമ്മുടെ സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം കുറച്ച് ഭംഗി കൂട്ടാനായിട്ട് കുറച്ച് മല്ലിയിലയും ഒനിയൻ റിങ്സും ഒരു ലെമണൊക്കെ വെച്ച് നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളിൽ അറിയിക്കാം.